വണക്കം. അങ്ങനെ ഇന്ന് ആവേശം എന്ന് പറയുന്ന സിനിമയാണ് കണ്ടത്. ആടെ മോനെ സത്യം പറയാലോ, സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജിത്തു മാധവന്റെ രോമാഞ്ചത്തില് ശരിക്കും പറഞ്ഞാൽ സിനിമയുടെ ക്ലൈമാക്സ് വരേക്ക് നമുക്ക് കിട്ടിയൊരു രോമാഞ്ചം ഉണ്ടല്ലോ, അതിനേക്കാൾ ഇരട്ടി ഒരു ആവേശമാണ് ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ. സീരിയസ്ലി ഇതിലിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ കുറച്ച് പിള്ളേരുണ്ട്. അതായത് പൂജപുരാണത്തിലെ മിഥുനുണ്ട്, പിന്നെ ഹിപ്സ്റ്റർ ഉണ്ട്, പിന്നെ റോഷനുണ്ട്. അങ്ങനെ കുറച്ച് പിള്ളേരെ എല്ലാവരും കൂടെ വെച്ച് നിർത്തിയിട്ട് പിന്നെ നമ്മുടെ വൺ ആൻഡ് ഓൺലി ഫഫയെ റീഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഫഫയെ റീഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടക്കത്തിൽ എഴുതി കാണിക്കുമ്പോഴത്തേക്ക് നമ്മളിത് എങ്ങനെ ആയിരിക്കും എന്നുള്ളതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി നമ്മൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഒരു ലോജിക്കും നോക്കാതെ അല്ലെങ്കിൽ വേറെ ഒരു കാര്യവും ചിന്തിക്കാതെ ഒരു 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 അടിച്ചുപൊളി പടം കാണാനുള്ള ഒരു മൈൻഡിൽ തിയേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ക്ലൈമാക്സ് കഴിഞ്ഞ് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ ഒരു വൈബ് ഉണ്ടല്ലോ, ഇല്ലുമിനാറ്റി ആ സാധനം പിടിച്ചോണ്ടിറങ്ങി വരാം. അത്രയ്ക്ക് അടിപൊളിയാണ്. പെർഫോമൻസുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പിള്ളേരെല്ലാം അവർ ഫസ്റ്റ് ടൈമാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. അവരവരുടേതായിട്ടുള്ള രീതിയിൽ പരമാവധി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഈ സിനിമ മൊത്തം കൊണ്ടുപോയിരിക്കുന്ന ഒരു വൺ ആൻഡ് ഓൺലി വൺ മാൻ ഷോ ആണ് ഈ സിനിമ. അത് ഫഹദ് ഫാസിൽ എന്ന് പറയുന്നൊരു നടൻ്റെ ഒരു രക്ഷയില്ല. അങ്ങേര് ഇത് എന്തോന്നാണ്, അങ്ങേരെ റീഇൻട്രൊഡ്യൂസ് അല്ല, അങ്ങേരെ ഇതൊന്നും പറഞ്ഞാൽ പോരാ. അങ്ങേരെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. കാരണം അത്രയും ഗംഭീരമായിട്ടാണ് പുള്ളിയുടെ പെർഫോമൻസ്. ആ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് വരെ വരുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ ഒരു അഴിഞ്ഞാട്ടമൊക്കെ പറയത്തില്ലേ, ആ ലെവലിൽ അങ്ങ് തകർത്താടിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫ് കുറച്ച് ഇമോഷണലി കുറച്ച് കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പോയിട്ട് പടത്തിൻ്റെ ഒരു വൈബ് ഇങ്ങനെ ഒന്ന് താന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മൊത്തം കയ്യിൽ നിന്ന് പോയിന്ന്. പക്ഷെ അവിടെയാണ് ജിത്തു മാധവൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ മികവ്. ഒരു രക്ഷയില്ല. പുള്ളിക്കാരൻ ആ സെക്കൻഡ് ഹാഫിൻ്റെ ആ ഒരു ചെറിയൊരു ബിറ്റ് ഓഫ് ഒരു സംഭവമുണ്ട്, ഒരു ചെറിയൊരു ഇമോഷണൽ ലാഗ്. അതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കൊണ്ട് നമ്മുടെ ഫഫയെ അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വിടും. പിന്നെ അഴിഞ്ഞാട്ടമാണ്, ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് വരേക്കും നല്ല ഒന്നാം തരം അഴിഞ്ഞാട്ടം. സിനിമാറ്റോഗ്രാഫി ഒരു എന്താ പറയുക, കളർഫുൾ. നമ്മളെ ഈ തമിഴ് സിനിമകളിലൊക്കെ നല്ല അടിച്ചുപൊളി പടങ്ങൾ വരുമ്പോഴത്തേക്ക് കിട്ടുന്നൊരു കളർഫുൾ ഫീൽ ഉണ്ടല്ലോ, അത് ടോട്ടലി ഈ സിനിമയിൽ തന്നെ ഉണ്ട്. പിന്നെ ഇതിലെ കഥാപശ്ചാത്തലമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥാപശ്ചാത്തലം. അത് നമുക്ക് ടീസറും ട്രെയിലറും ഒക്കെ കാണുമ്പോൾ കിട്ടിയ ഒരു സംഭവം. ആ ഒരു ഏരിയയിൽ നിന്നും കൊണ്ട് കുറച്ച് പിള്ളേർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യവും അതിനപ്പുറത്തേക്ക് വേറൊരാൾ കൂടെ ആ ഒരു കാര്യത്തിലേക്ക് വന്ന് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് നേരിടേണ്ടി വരുന്ന കോൺഫ്ലിക്റ്റുകളും ഒക്കെയാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം എന്ന് പറയുന്നത്. ആ കേസുകളിൽ നോക്കുമ്പോഴത്തേക്ക് ടോട്ടലി ഇതിനകത്ത് ഫണ്ണുണ്ട്, അതുപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എല്ലാം വളരെ എന്താ പറയുക, കറക്റ്റ് മീറ്റർ പിടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എന്താ പറയുക, സിനിമയുടെ ഒരു വൈബ് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. എസ്പെഷ്യലി സുഷിൻ്റെ BGM കൂടെ കയറുമ്പോഴത്തേക്ക് വേറെ വാക്കുകളില്ല. കാരണം ആ ഒരു ഏരിയ ഫുള്ള് പുള്ളിക്കാരൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു. ഈ അടുത്ത കാലത്ത് നമ്മൾ എപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സുഷിൻ്റെ BGM കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് ഉണ്ട്, ഒരു സ്വീകാര്യത. അത് എത്രത്തോളം നിലനിർത്താൻ പറ്റുമോ അതിൻ്റെ 10 മടങ്ങ് പുള്ളിക്കാരൻ വൃത്തിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് വരുമ്പോഴത്തേക്കുള്ള ഡയറക്ഷൻ്റെ ആ ഒരു മികവ് അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ജിത്തു മാധവൻ എന്ന് പറയുന്ന സംവിധായകർ കറക്റ്റ് ഓഡിയൻസിൻ്റെ പൾസ് അറിഞ്ഞ് അവർക്ക് എന്താണ് ആവശ്യം, തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഒരാൾ എന്താണ് പ്രതീക്ഷിക്കുക, ആ സാധനങ്ങൾ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ മീനിന് തീറ്റ ഇട്ട് കൊടുക്കില്ലേ, കുറച്ച് നേരം ഇട്ട് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് ഒന്ന് ഒട്ടിച്ചിട്ട് പിന്നെ വീണ്ടും ഇട്ട് കൊടുക്കും, നമ്മളെ മൊത്തത്തിൽ കൊളുത്തി ഇങ്ങ് എടുക്കും അവസാനം. ആ ഒരു ഏരിയയിൽ പുള്ളിക്കാരൻ വളരെ വൃത്തിയായിട്ട് തന്നെ പണിയെടുത്തിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. അത് പുള്ളിക്കാരൻ വളരെ ക്ലിയർ ആയിട്ട്, അതായത് ഓഡിയൻസിനെ എന്ത് വേണം, അവരാവശ്യപ്പെടുന്നത് എന്താണോ അത് മാത്രമാണ് സിനിമയിൽ കൊടുത്തിരിക്കുന്നത്. സജിൻ ഗോപുവിനെ എടുത്തു പറയാതിരിക്കാൻ പറ്റൂല. പുള്ളിക്കാരൻ നാളിച്ചിട്ടുണ്ട് ഈ പടത്തിനകത്ത്. മുത്തൻ നിങ്ങൾ വേറെ ലെവലാണ്. അവസാനത്തെ സമയത്തൊക്കെ അങ്ങേരെ കൊണ്ടുവെക്കുന്ന കുറേ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട്. അമ്മോ, തിയേറ്ററിൽ ഇരുന്ന് ചിരിച്ചൊരു വഴിക്കാവും. ആ രീതിക്കാണ് പുള്ളിക്കാരൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ഫഫയുടെ കാര്യത്തിനകത്താണെങ്കിലും എന്തു പറയണ്ട, ഇനി വേർഡ്സ് ഇല്ല. കാരണം അങ്ങനെയാണ്. വളരെ കുറച്ച് ആളുകളെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പടം മൊത്തത്തിൽ കുറേ ആർട്ടിസ്റ്റുകൾ വന്നു പോകുന്നുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും അല്ലാത്താണെങ്കിലും ഒക്കെ എല്ലാവരും വന്നിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഏറെക്കുറെ ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നത് രോമാഞ്ചമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന്, അതൊക്കെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ടോട്ടലി നിങ്ങൾ ഇപ്പോൾ ഒരു ഈദ് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവൽ ടൈമിൽ, വെക്കേഷൻ ടൈമിൽ ഫാമിലിയൊക്കെ ആയിട്ട് പോയിരുന്നാൽ പോലും ടോട്ടലി അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു ഗംഭീര പടമാണ്. ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയ്ക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് ആ എലമെൻറ്റ്സ് എല്ലാം ക്ലിയർ ആയിട്ട് ചേർത്തിട്ടുള്ള ഒരു ഗംഭീര പടം. അപ്പോൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, തിയേറ്റർ പൊളിച്ചടുക്കബൽ വാ.